അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ 6-ാം ദിവസം പിന്നിടുമ്പോൾ ഇതര സംസ്ഥാന തൊഴിലാളികൾക്കായി ജീവൻ സമർപ്പിച്ച കോഴിക്കോട്ടെ നൌഷാദിനെ ഓർക്കാതിരിക്കാനാവില്ല. ഏതൊരു മലയാളിയും ആഗ്രഹിക്കുന്നുണ്ടാകും അങ്കോളയിൽ നൌഷാദിനെ പോലെ ഒരാൾ ഉണ്ടായിരുന്നെങ്കിലെന്ന്. അങ്ങകലെ അങ്കോളയിലെ മണ്ണിനടിയിൽ അർജുന്റെ ജീവൻ മിടിക്കുന്നുണ്ടോ എന്ന ആശങ്കയിൽ മലയാളിയാകെ ഉരുകുമ്പോൾ കോഴിക്കോട്ടെ മാൻഹോളിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾക്കായി സ്വന്തം ജീവൻ ബലി കൊടുത്ത നൌഷാദിനെ ഓർക്കുകയാണ് കേരളം. 2015 നവംബർ മാസം കോഴിക്കോട്ടെ മാൻഹോളിൽ ഇറങ്ങിയ കരാർ തൊഴിലാളികളായ ആന്ധ്ര സ്വദേശികളെ രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു നൌഷാദ് സ്വന്തം ജീവനെ കണക്കിലെടുക്കാതെ മാൻഹോളിലേക്ക് ഇറങ്ങിയത്. കണ്ടംകുളം ജൂബിലി ഹാളിലെ സമദിന്റെ കടയിൽ 10 മണിക്ക് പതിവായി കുടിക്കുന്ന ചായക്ക് പറഞ്ഞ് ഇരിക്കുമ്പോഴായിരുന്നു ആന്ധ്ര സ്വദേശികളായ ഭാസ്കറും നരസിംഹവും മാൻഹോളിലേക്ക് വീണത് നൌഷാദ് അറിയുന്നത്. 6 അടി വെള്ളമുള്ള ഓടയിലേക്ക് നൌഷാദ് ഇറങ്ങിയപ്പോൾ അടുത്തുള്ള കടക്കാരും ചുറ്റും കൂടിയവരും അരുതെന്ന് വിലക്കിയിരുന്നു. എന്നിട്ടും നൌഷാദ് തന്റെ ഏകാംഗയത്നം തുടർന്നു. ഇതിനിടെ താഴെ മുങ്ങിക്കൊണ്ടിരിക്കുന്ന ആരോ നൌഷാദിന്റെ കാലിൽ പിടിച്ചു വലിച്ചു. അതോടെ മുകളിലുള്ള പിടിവിട്ട് നൌഷാദ് താഴെ പതിക്കുകയായിരുന്നു. ഭാസ്കറിന്റെയും നരസിംഹത്തിന്റെയും ശരീരങ്ങളാണ് ആദ്യം പുറത്തെടുത്തത്. പിന്നീടാണ് നൌഷാദിന്റെ മൃതദേഹം കിട്ടിയത്. അങ്കോളയിലെ മണ്ണിൽ 5 ദിവസമായി ഒരു മലയാളി ഉണ്ടെന്നറിഞ്ഞിട്ടും നൌഷാദ് കാണിച്ച ആത്മാർത്ഥതയുടെ ഒരു കണിക പോലും കർണാടക സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ദുരന്തമുഖങ്ങളിൽ സ്വന്തം ആയുസ്സിന് വില നൽകാതെ നാടോ ഭാഷയോ നോക്കാതെ രക്ഷാപ്രവർത്തനത്തിനിറങ്ങുന്ന മലയാളികൾ കൊതിച്ചു പോവുകയാണ് ഒരു നൌഷാദെങ്കിലും അങ്കോളയിൽ ഉണ്ടായിരുന്നെങ്കിലെന്ന്. PV ജോഷില, കൈരളി ന്യൂസ്, കോഴിക്കോട്.